നമുക്കിന്ന് നല്ല രുചിയുള്ള വായിലലിയുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവ മേടിച്ചതാണ്, അതങ്ങനെ തന്നെ 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നൈസ് വറുത്ത അപ്പത്തലിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഇത്തിരി കട്ടിയിൽ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ്, അത് ഒഴിച്ചെടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതവിടെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ പാനിലേക്ക് 2 ടീസ്പൂൺ കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒപ്പം തന്നെ 2 ടീസ്പൂൺ കുരുവില്ലാത്ത മുന്തിരി ഇട്ട് കൊടുക്കുക. അതും കൂടെ ആ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് 1/2 കപ്പ് ചെറുകിയ നാളികേരം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ഒന്നും വരേണ്ട നാളികേരം, അതിലത്തെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി അതിൻ്റെ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടോ, ഫ്രൈ ആക്കിയൊന്നും വേണ്ട. ജസ്റ്റ് അതുകൊണ്ടൊന്ന് ഇളക്കി, നല്ല പഴുത്ത പഴയത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതുപോലെ അങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന റവയുടെ ആ ഒരു മിക്സ്, അരിപ്പൊടി ഇടിയൊക്കെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി കലക്കി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചതച്ച് എടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക. ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോൾ, നന്നായി വലിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഒന്നും കൂടി ഒന്ന് വലിയിച്ചെടുക്കുക. ഇതുപോലെ നന്നായി വലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതേ ചൂടോടെ തന്നെ നമുക്ക് വാഴയില, വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മടക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ, വേറെ എണ്ണയോ ഓയിലൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് അപ്പുറം തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.